ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കുക്കീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ മുട്ട നമ്മൾ ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 50 ഗ്രാം ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടറാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാർഡായിട്ടുള്ള ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്യരുത്. മെൽറ്റ് ചെയ്തിട്ട് വേണം ബട്ടർ ആഡ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൗഡർഡ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പഞ്ചസാര നേരിട്ട് ആഡ് ചെയ്യണേലും ഒന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലവണ്ണം ബീറ്റ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം ആയി കിട്ടിയാൽ മതി. നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൈദ 1 കപ്പ്. മൈദ എടുക്കുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. 1 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി നമുക്ക് ഈ മിക്സ് നമ്മളിപ്പോൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പകുതി പോർഷൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബാക്കിത്തെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നിർത്താം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് നമുക്ക് ഒരു ട്രേ എടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്താണോ ഉള്ളതനുസരിച്ച് നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കും നമുക്ക് ബട്ടർ ഒന്ന് ചെറുതായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതോ ചെറിയ ഷേപ്പായിട്ട് മാറ്റിയെടുക്കാം. ഒന്ന് റൗണ്ടാക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പിൽ എടുക്കാം കേട്ടോ. ഹാർട്ട് ഷേപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. ഞാനിത് 2 തവണയായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ ഇടുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിന് പകരം വേറെ എന്ത് വേണമെങ്കിലും ഇടാം. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ അടുപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ്. കുക്കർ നമ്മളൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് കുക്കറിനകത്ത് വെക്കാൻ പാകത്തിനുള്ള ട്രേ തന്നെ എടുക്കണം. ഞാനിപ്പോൾ ഓവനിൽ വെക്കാൻ പാകത്തിനുള്ള ട്രേ ആണ് എടുത്തത്. കുക്കറിനകത്തേക്ക് വെച്ചിട്ട് കുക്കർ അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വിസിലെടുത്ത് മാറ്റണം. ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓവനിലേക്ക് വെക്കുകയാണ്. നമുക്കൊരു 150 ഡിഗ്രി ഒരു 17 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും തണുത്തിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. Give me love, give me all your love, give me all your love.